ജനനായകന്റെ ഓൺലൈൻ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 3 പ്രധാന പ്രതികളെ തമിഴ്നാട് സൈബർ ക്രൈം വിങ് അറസ്റ്റ് ചെയ്തു. സമീപകാലത്തെ ഏറ്റവും വാർത്തയായ പൈറസി കേസുകളിൽ ഒന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ (CBFC) സിനിമയ്ക്ക് അനുമതി നൽകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ചോർച്ചയെക്കുറിച്ചുള്ള വിശദമായ സാങ്കേതിക അന്വേഷണത്തെ തുടർന്ന് ഏപ്രിൽ 15-നാണ് അറസ്റ്റ് നടന്നത്. ഈ മാസം ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ പൈറേറ്റഡ് ഉള്ളടക്കത്തിന്റെ പ്രചരണവും അപ്ലോഡുമായി ബന്ധപ്പെട്ട് 6 പേർ ഇതിനകം അറസ്റ്റിലായിരുന്നു. മറ്റൊരു പ്രോജക്റ്റിൽ ഫ്രീലാൻസ് അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്തിരുന്ന മുഖ്യപ്രതി ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ജനനായകന്റെ ദൃശ്യങ്ങളിലേക്ക് അനധികൃതമായി പ്രവേശനം നേടിയതായി ആരോപിക്കപ്പെടുന്നു. ചിത്രത്തിന്റെ റീലുകൾ പകർത്തി ഡാറ്റ പൂർണ്ണമായ ഒരു പതിപ്പിലേക്ക് പ്രോസസ്സ് ചെയ്ത ശേഷം അത് മറ്റുള്ളവരുമായി പങ്കിട്ടതിലൂടെയാണ് പൈറസി നെറ്റ്വർക്കുകളിൽ ഇത് വേഗത്തിൽ വ്യാപിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ചിത്രത്തിന്റെ അനധികൃതമോ സാക്ഷ്യപ്പെടുത്താത്തതോ ആയ പതിപ്പുകൾ സ്ട്രീം ചെയ്യുന്നതോ പ്രക്ഷേപണം ചെയ്യുന്നതോ ഇന്റർനെറ്റ് സേവനദാതാക്കളെയും കേബിൾ ഓപ്പറേറ്റർമാരെയും വിലക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവവികാസം. ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ മാറ്റത്തിന് മുമ്പുള്ള അവസാന ചിത്രമായി വ്യാപകമായി കാണപ്പെട്ട ജനനായകൻ ഏപ്രിൽ 9-ന് ഹൈ ഡെഫിനിഷൻ ക്ലിപ്പുകൾ, നിർണായക രംഗങ്ങൾ ഉൾപ്പെടെ ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടു. മുഴുവൻ സിനിമയും താമസിയാതെ ഒന്നിലധികം നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് വലിയ ബജറ്റ് പദ്ധതിക്ക് കാര്യമായ തിരിച്ചടിയായി. നാശനഷ്ടങ്ങൾ നിയന്ത്രിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി നൂറുകണക്കിന് പൈറസി ലിങ്കുകൾ അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട്. പൈറേറ്റഡ് ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതോ പങ്കിടുന്നതോ നിയമ നടപടികൾക്ക് വിധേയമാകുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഔദ്യോഗിക സൈബർ കുറ്റകൃത്യ ചാനലുകൾ വഴി റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതേസമയം സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, കേബിൾ ടെലിവിഷൻ എന്നിവയിൽ ജനനായകൻ എന്ന സിനിമയുടെ നിയമവിരുദ്ധവും സാക്ഷ്യപ്പെടുത്താത്തതുമായ പകർപ്പ് പ്രചരിപ്പിക്കുന്നതിനെതിരെ മദ്രാസ് ഹൈക്കോടതി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചു.